സജി മഞ്ഞക്കടമ്പിൽ വളരെ പ്രധാനപ്പെട്ട അല്ലല്ല, അടിസ്ഥാനമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മേൽക്കൈയുള്ളത് LDF-നാണ്. അതുകൊണ്ട് തോമസ് ചാഴിക്കാടന്റെ സാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. ഒപ്പം റബ്ബറിന്റെ കാര്യം കൂടി പറഞ്ഞു. റബ്ബറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒറ്റ കാര്യം എനിക്ക് പ്രിയപ്പെട്ട ഇടതുപക്ഷ അല്ലെങ്കിൽ പ്രതിയോട് പറയാനുള്ളൂ. നിങ്ങൾ റബ്ബറിന് ഇപ്പൊ 10 രൂപ കൂട്ടി, സമ്മതിച്ചു. വേണ്ട, പ്രിയപ്പെട്ട KM മാണി സാർ, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി തുടക്കം കുറിച്ച റബ്ബർ വില സ്ഥിരതാ ഫണ്ട് നിങ്ങൾക്കൊന്ന് പുനഃസ്ഥാപിക്കാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കുന്നില്ല. അത് നിർത്തിയവരാണ് ഇപ്പൊ 10 രൂപ കൂട്ടി എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞു തൊഴിലാളിക്ക് കൂലി കൂടുതലൊന്നുമല്ല. ഇവിടെ ഇതിനും കിട്ടിയാലും തൊഴിലാളിക്ക് ജീവിക്കത്തില്ല. ഇത്രയും വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനം ലോകത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ട് നിൽക്കുക. 2 ഗവൺമെന്റും വിപണിയിൽ ഇടപെടുന്നില്ല. വിലക്കയറ്റം അരിക്ക് 60 രൂപ. സാധനമില്ല, സാധനങ്ങളൊന്നുമില്ല. പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ആത്മഹത്യയുടെ വക്കില. അതുകൊണ്ട് ഇവിടെ റബ്ബർ കൃഷിക്കാരൻ രക്ഷയില്ല, തൊഴിലാളിക്കും രക്ഷയില്ല, എല്ലാവരും ആത്മഹത്യയുടെ വക്കില. പിന്നെ ഇവിടെ പറയട്ടെ, ഇവിടെ കേരള കോൺഗ്രസ് അങ്ങ് വന്നപ്പം ഭയങ്കരമായി LDF അങ്ങ് വികസിച്ചെന്ന് പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, കേരള കോൺഗ്രസ് ഭയങ്കര ശക്തിയാണെങ്കിൽ അത് പാലായിൽ കാണണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് എമ്മിന്റെ വത്തിക്കാൻ എന്ന് പറയുന്നത് കടുത്തുരുത്തിയാ. ആ കടുത്തുരുത്തിയില് അവിടെ കേരള കോൺഗ്രസ് ആരാണ് ജയിച്ചത്? LDF-ന്റെ പ്രതിനിധി പറ. പുതുപ്പള്ളിയിലാണ് പോയി അകലക്കുന്നം. ഒരു മിനിറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് ചാണ്ടി ഉമ്മനെ എത്രയോ ആക്ഷേപിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ചാണ്ടി ഉമ്മൻ 10 മടങ്ങ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അതാണ് അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ. പിരിഞ്ഞു കിടക്കുന്ന പാലു പോലെയാണ് UDF-ലെ കേരള കോൺഗ്രസ് എന്നാ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡിൽ കുറെ ആളുകൾക്ക് വിജയിച്ചു.